പ്രിയമുള്ളവരെ, ഇതിലെ ഓരോ ബുക്കുകളും നമ്മുടെ ഇടവകയിലെ ഓരോ കുട്ടികളുടെയും പ്രായമായവരുടെയും ഇടവക ജനങ്ങളുടെ മനസ്സ് ഹൃദയമാണ്, അവരുടെ പ്രാർത്ഥനകളാണ്. നോമ്പുകാലമായതുകൊണ്ടാണ് നമ്മൾ ഈ ജന്മദിനാഘോഷം. 50 എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലുതാണ്, ജൂബിലിയാണ്. കാരണം നമുക്കൊരു വിളംബരം ചെയ്യണമെന്ന് പറയാം 50. അത് വളരെ ആഘോഷമായിട്ട് എടുക്കണം. പക്ഷേ കർശനമായ നിർദ്ദേശം, കാരണം കേക്ക് പോലും മേടിക്കും. എന്താ കാര്യം? കേക്കിന്റെ അകത്ത് എഗ്ഗ് ഉണ്ടെന്ന് പറഞ്ഞു, മുട്ട ഞാൻ വെട്ടി ഒഴിക്കണമെന്ന് പറഞ്ഞു. അത് കാരണം കേക്കും വേണ്ട, ഒരു സാധനവും വേണ്ട, മിഠായി കൊടുത്ത് നിർത്താം. എങ്കിലും ആ ആഘോഷം ഒഴിവാക്കുമ്പോഴും അതിന്റെ പിന്നിൽ അച്ഛൻ്റെതായ ഒരു ടച്ചിങ്സ്, അതാണ് ചാരിറ്റിയുടെ. ഇന്ന് ചാരിറ്റിയിൽ നമ്മൾ കൊച്ചി രൂപതയിൽ എന്നല്ല കേരളത്തിൽ തന്നെ സഭയിൽ തന്നെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഇടവക. കാരണം നമ്മൾ ചെറിയ ഇടവകയാണ്, 700-820ഓളം കുടുംബാംഗങ്ങളുള്ള വളരെ സാധാരണക്കാരായ ആളുകൾ നിൽക്കുന്ന ഒരു ഇടവക ജനം. ആ ഇടവക ഇന്ന് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന 1-2 ലക്ഷക്കണക്കിന് രൂപ ജനങ്ങളിലേക്ക് പല മാർഗത്തിലൂടെ അറിഞ്ഞും അറിയാതെയും ചെന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു. നമുക്കറിയാം, ഇന്നലെ മോൺസിഞ്ഞൂർ ലോറൻസ് വില്യംസിന്റെ 63ാമത്തെ ചരമവർഷം. അദ്ദേഹം അറിയപ്പെടുന്നത് എന്താ? നന്മകളുടെ വൈദികൻ എന്നാണ്. അദ്ദേഹം ചെയ്ത കൊച്ചു ചെറിയ നന്മകൾ കൊണ്ടാണ് ഇന്ന് ആ ദൈവദാസൻ പദവിയിലേക്ക് എത്തി, പിന്നീട് വിശുദ്ധയിലേക്ക് പോകും. അപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മകൾ, പ്രത്യേകിച്ച് നോമ്പ് നടത്തണം, ആ നന്മകളുടെ നോക്കുമ്പോൾ ഇതിനേക്കാൾ അപ്പുറം, ഈ പൂക്കളേക്കാൾ അപ്പുറം വലിയ ഒരു പൂന്തോട്ടമാണ് ആന്റിയച്ചൻ ഈ ഇടവകയിൽ വന്ന് 6 വർഷക്കാലം കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ സ്നേഹ സമ്മാനം ഇടവക ജനത്തിന് വേണ്ടി സമ്മാനിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യവും ഇനിയും ഒരുപാട് ദീർഘായുസ് നൽകുന്നു. അതിനേക്കാൾ അപ്പുറം ഇരിക്കുന്ന സമയത്ത് വളരെ ഒത്തിരി നന്മകൾ ചെയ്തുകൊണ്ട് നല്ല ഒരു വൈദികനായിട്ട് ആളുകളുടെ ഹൃദയമാവുന്ന ആ വിളനിലത്ത് ഒരുപാട് വിത്തുകൾ പാകി അത് 30, 60, 100 മേനി വിളനിലത്തിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മൈബനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. Happy birthday to you.